ബാർബഡോസ് മരണം വരെ എൻ്റെ സിരകളിലുണ്ടാകും. കെൻസിംഗ്ടൺ ഓവലിലെ ഓർമ്മകളായവർക്കുകയായിരുന്നു രോഹിത് ശർമ്മ. ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറിലെ അവസാന പന്തെറിഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നിറഞ്ഞൊഴുകിയ കണ്ണുകളെ മൈതാനത്തമർത്തി സർവം മറന്നയാൾ വീണത് ഓർമ്മയില്ലേ? 7 മാസത്തിനിടെ 2 ഫൈനലുകൾ, ഒരു തോൽവി കൂടി രോഹിത്തിന് താങ്ങാനാകില്ല. അയാൾ ബാർബഡോസ് സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയേക്കും. കെൻസിംഗ്ടൺ ഓവലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കലാശപ്പോർ അരങ്ങേറുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സൗരവ് ഗാംഗുലി പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു. ഒടുവിൽ നീണ്ട 11 വർഷങ്ങൾക്കിപ്പുറം ഒരു ലോകവേദിയിൽ ഇന്ത്യയുടെ ചിരി പടരുമ്പോൾ വിശ്വകിരീടവും നെഞ്ചിലമർത്തി രോഹിത് T20 ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് തലമുറകൾ കോർത്തുവെക്കാൻ ബൗണ്ടറി ലൈൻ അരികിൽ വെച്ച് അയാൾ സമ്മാനിച്ച ആ അത്ഭുത നിമിഷത്തെക്കാൾ മനോഹരമായൊരു മൊമെന്റ് ആ മത്സരത്തിൽ നിന്ന് തിരഞ്ഞു കണ്ടെത്താനാകുമോ നമുക്ക്? ഡേവിഡ് മില്ലറിന്റെ ബാറ്റിൽ നിന്ന് ലോങ് ഓഫിലേക്ക് പാഞ്ഞ ആ പന്ത് വായുവിൽ ബൗണ്ടറി ലൈനും കടന്നുപോയെന്ന് ഒരു വേള മനസ്സിൽ ഉറപ്പിച്ചതാണ് നമ്മൾ. ഗാലറി സ്റ്റാൻഡുകളിൽ പലരും തലയിൽ കൈവച്ച് നിൽപ്പുണ്ടായിരുന്നു. പൊടുന്നനെ ആ പന്തിന്റെ സഞ്ചാരം നിലച്ചു. സൂര്യ വായുവിൽ നിന്ന് അതിനെ പറിച്ചെടുത്തു എന്ന് വേണം പറയാൻ. ബൗണ്ടറി ലൈനിൽ നിന്ന് ഇഞ്ചുകൾ അകലെ അയാളുടെ കാലുകൾ 140 കോടി മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കായി ഒരു അത്ഭുത വേഗം കണ്ടെത്തി. പിന്നെ ബൗണ്ടറി ലൈന് വെടിയിൽ നിന്ന് പറന്നെത്തി ആ പന്ത് പിടിച്ചെടുത്തയാൾ രോഹിത് ശർമ്മക്കരികിലേക്ക് ഓടി. ഒരു വിശ്വകിരീടത്തിന്റെ വിലയുണ്ടായിരുന്നു ആ മാജിക്കൽ മൊമെന്റിന്. എല്ലാം അവസാനിച്ചെന്ന് വിധി കുറിച്ചെടുത്ത് നിന്ന് നാം നടത്തിയ ആ തിരിച്ചുവരവിനെ ഐതിഹാസികം എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്? എ ക്യാച്ച് ഫോർ ദ ഏജസ്. വെല്ലുവിളിച്ചെത്തിയവരുടെയൊക്കെ കൊമ്പൊടിച്ച് രോഹിത് നടത്തിയ പടയോട്ടത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു കെൻസിംഗ്ടൺ ഓവൽ. അഫ്ഗാനോട് തോറ്റു നിൽക്കുമ്പോഴും ക്വാർട്ടറിൽ ഇന്ത്യയെ നേരിടാനൊരുങ്ങുമ്പോൾ രോഹിത്തിന്റെ സംഘത്തെ തരിപ്പണമാക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ലെന്നാണ് ഓസീസ് നായകൻ മിച്ചൽ മാർഷ് പറഞ്ഞത്. സെന്റ് ലൂസിയിൽ വെച്ച് അഹമ്മദാബാദിലെ മുറിവുണങ്ങാത്ത ഓർമ്മകൾക്ക് മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്തു രോഹിത്. കഴിഞ്ഞ ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? ചോദ്യം ഇംഗ്ലീഷ് മണ്ണിൽ നിന്നായിരുന്നു. സെമിയിൽ ആ കണക്കും തീർത്താണ് പിന്നെ ബാർബഡോസിലേക്ക് വണ്ടി കയറിയത്. കെൻസിംഗ്ടൺ ഓവലിൽ അക്സർ പട്ടേൽ 15ാം ഓവർ എറിഞ്ഞു പൂർത്തിയാക്കുമ്പോൾ അന്ന് സ്കോർ ബോർഡ് നോക്കിയ ഒരാളും ഇന്ത്യ കിരീടമടിക്കുമെന്ന് ഉറപ്പോടെ പറയില്ലായിരുന്നു. 30 പന്തിൽ ഇനി ജയിക്കാൻ വേണ്ടത് 30 റൺസ്. ക്രീസിൽ സർവ്വസംഹാരികളായി ഹെൻറിച്ച് ക്ലാസനും ഡേവിഡ് മില്ലറും. T20 ക്രിക്കറ്റിൽ അനായാസം മറികടക്കാവുന്ന ഒരു ലക്ഷ്യമാണത്. പ്രത്യേകിച്ച് 6 വിക്കറ്റുകൾ ഇനിയും കയ്യിലുണ്ട് എന്നിരിക്കെ. അക്സറിന്റെ ഓവറിൽ 24 റൺസാണ് ക്ലാസൻ ഒറ്റക്കടിച്ചെടുത്തത്. ഉടൻ രോഹിത് ബുംറയെ വിളിച്ചു. 16ാം ഓവർ 4 റൺസിൽ ഒതുങ്ങി. തൊട്ടടുത്ത ഓവറിൽ ക്ലാസനെ ഹാർദിക് വീഴ്ത്തുന്നു. പിന്നെയുള്ള 2 ഓവറുകൾ ബൗണ്ടറികളില്ലാതെ ബുംറയും ഹർഷദീപും ചേർന്ന് മനോഹരമായി എറിഞ്ഞു പൂർത്തിയാക്കി. 30 പന്തിൽ 30 റൺസിൽ നിന്ന് 6 പന്തിൽ 16ലേക്ക് വിജയലക്ഷ്യമെത്തുന്നു. അവസാന ഓവർ എറിയാൻ ഹാർദിക് ബോളിംഗ് എൻഡിലേക്ക് നടന്നെടുത്തു. ആദ്യ പന്ത് തന്നെ ഒരു വൈഡ് ഫുൾ ടോസ്. ആ നിമിഷത്തിൽ അങ്ങനെ ഒരു ഡെലിവറിയെ കണക്ട് ചെയ്യാതിരിക്കാൻ മില്ലറിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ് ഓഫിലേക്ക് പാഞ്ഞ ആ പന്തിനൊപ്പം ഗാലറിയിലെ മനുഷ്യരുടെ മിടിക്കുന്ന ഹൃദയങ്ങളും പാഞ്ഞു. എല്ലാം തീരുകയാണെന്ന് കരുതി ആ നശിച്ച നിമിഷത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഹാർദിക്. എന്നാൽ വായുവിൽ നിന്ന് ആ പന്തിനെ കൈവെള്ളയിലാക്കിയ സൂര്യ അയാൾ കരികിലേക്ക് ഓടിയെത്തി. ഹാർദിക്കിന്റെ കണ്ണപ്പോൾ തന്നെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു സിനിമാ കഥയിലെന്ന പോലെ ആ മത്സരത്തിന് അത്രമേൽ മനോഹരമായൊരു ക്ലൈമാക്സ് ബാർബഡോസ് ഒരുക്കി വെച്ചിരുന്നുവെന്ന് ആരെങ്കിലും കരുതി കാണുമോ? ഫൈനൽ വരെ ഫോമില്ലായ്മയുടെ പേരിൽ തന്നെ പടി പറഞ്ഞുകൊണ്ടിരുന്നവരെ ഒറ്റയടിക്ക് മാറ്റിപ്പറയിച്ച വിരാട് കോഹ്ലി 34-3 എന്ന നിലയിൽ തകർന്നടിഞ്ഞ ഇന്ത്യയെ അയാൾ പതിയെ കൈപിടിച്ചുയർത്തുകയായിരുന്നു. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ കോഹ്ലിയെ വിമർശിക്കാൻ പ്രത്യേകിച്ച് ആർക്കു വന്ന് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 5ാമനായി ഇറങ്ങി തകർത്തടിച്ച അക്സറും 6ാമനായി ഇറങ്ങി തന്റെ റോൾ ഭംഗിയായി പൂർത്തിയാക്കിയ ശിവൻ ദൂബെയും ഇന്ത്യൻ വിജയത്തിലെ നിർണായക സാന്നിധ്യങ്ങളായി. 5-6 വിക്കറ്റുകളിൽ ഇരുവരും കോഹ്ലിക്കൊപ്പം ചേർന്ന് പടുത്തുയർത്തിയ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഇന്ത്യക്ക് ജീവശ്വാസമാണ് പകർന്നത്. തോൽവിയെ മുന്നിൽ കണ്ട നേരത്ത് പന്തുമായി രക്ഷകവേഷത്തിൽ അവതരിച്ച ബുംറയും ഹർഷദീപുമായിരുന്നു കലാശപ്പോരിൽ ഇന്ത്യയുടെ യഥാർത്ഥ ഹീറോകൾ. വിക്കറ്റുകളെപ്പോലെ തന്നെ എക്കോണമി റൈറ്റിനും ടീമിന്റെ വിജയങ്ങളിൽ നിർണായക റോളുണ്ട് എന്നവർ വിളിച്ചു പറഞ്ഞു. ജസ്പ്രീത് ബുംറ എന്ന മനുഷ്യന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ബാറ്റർമാരുടെ ശവപ്പറമ്പായ അമേരിക്കൻ പിച്ചുകളിൽ ഒരു വേള പാതിവഴിയിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നേനെ നമുക്ക്. എന്നാൽ വീണുപോയിടങ്ങളിൽ നിന്നൊക്കെ രാജ്യത്തെ കൈപിടിച്ചുയർത്താൻ അയാൾ തന്റെ വേഗപ്പന്തുകളുമായി അവതരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ കലാശപ്പോരിലും അത് ആവർത്തിച്ചു. ടൂർണമെന്റിന്റെ താരം ആരാണെന്ന ചോദ്യം പോലും അന്ന് അപ്രസക്തമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം കണ്ട ഇതിഹാസ ബോളർമാരുടെ നീണ്ട നിരയിലേക്ക് അയാൾ എന്നോ കയറി നിന്ന് കഴിഞ്ഞതാണ്. ആധികാരികമായിരുന്നു ആ ടൂർണമെന്റിൽ രോഹിത്തിന്റെയും സംഘത്തിന്റെയും സഞ്ചാരം.
ഒറ്റക്കളി പോലും തോൽക്കാതെ ഒരു ടീം T20 കിരീടത്തിൽ മുത്തമിടുന്നത് അതാദ്യമായിട്ടായിരുന്നു. കളിച്ച 8-ൽ 8 മത്സരങ്ങളും ജയിച്ചു. ഒടുവിൽ 17 വർഷം നീണ്ട കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ച് ഇന്ത്യൻ ഷെൽഫിലേക്ക് കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വകിരീടമെത്തി. കോഹ്ലിയും രോഹിത്തും പാഡടിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു.